പുണ്യമാസമായ കർക്കിടകം വരവായി. കർക്കിടക മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടത്? മിഥുനം കർക്കിടക മാസങ്ങൾ പൊതുവെ ഇടവപ്പാതിക്ക് ശേഷം വരുന്ന സമയമാണ്. ദഹന പ്രക്രിയ കുറവുള്ള മാസമാണ്. 2 നേരവും കുളി ആവശ്യമാണ്. ക്ഷേത്ര ദർശനം നടത്തണം. താങ്കളുടെ സൗകര്യാർത്ഥം അരിയാഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് രാവിലെയും വൈകിട്ടും 2 മുതൽ 7 വരെ തിരികളിട്ട് ഭദ്രദീപം തെളിയിച്ച് വടക്കോട്ടോ കിഴക്കോട്ടോ നിന്നോ വേണം ദീപം കത്തിക്കാൻ. ശ്രീരാമൻ, സീത, വസിഷ്ഠൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഹനുമാൻ, മഹാഗണപതി, ബ്രഹ്മാവ്, മഹേശ്വരൻ, നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിനു മുമ്പിൽ വടക്കോട്ടിരുന്നോ വേണം രാമായണ പാരായണം തുടങ്ങാൻ. ധാരാളം പ്രത്യേകതകളുണ്ട്. ആയുർവേദ ചികിത്സയ്ക്കും പ്രാർത്ഥനകൾക്കും പ്രധാനമായൊരു മാസമാണ് കർക്കിടക മാസം. ഈ സമയത്ത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചികിത്സകൾ ചെയ്യാറുണ്ട്. ആയുർവേദ മരുന്ന് ചേർത്തുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി ഒരു പ്രധാന ഭക്ഷണമാണ്. ഞവര, മുതിര തുടങ്ങിയ ധാന്യങ്ങൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളുമാണ് രാമായണത്തിൽ പറയുന്നത്. ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതു വിധത്തിലാകുമെന്നും രാമായണത്തിൽ പറയുന്നതിനാൽ കർക്കിടക മാസത്തെ രാമായണ മാസമായാണ് ആചരിക്കുന്നത്. ഭൂമിയിലെ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് ഈ സമയം കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാലാണ് പൂർവികർ കർക്കിടക മാസം നാം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലങ്ങൾ പെട്ടെന്നൊഴിഞ്ഞു പോകുന്നതിനും പിതൃപ്രീതി ലഭിക്കുന്നതിനുമാണ് കർക്കിടക വാവ് ആചരിക്കുന്നത്. പിള്ളേരോണമാണ് കർക്കിടകത്തിലെ തിരുവോണം. ഇല്ലം നിറ വല്ലം നിറ ആഘോഷിക്കുന്നത് കർക്കിടകത്തിലാണ്. മഹാവിഷ്ണു രാമനായും വേദം രാമായണമായും അവതരിച്ച് എന്നാണ് വിശ്വസിക്കുന്നത്. വേദപാരായണ ഫലമാണ് രാമായണ പാരായണം. ഭഗവതി സേവയ്ക്കും തൃക്കാല പൂജയ്ക്കും ശ്രീചക്ര പൂജയ്ക്കും ചണ്ഡികാ ഹോമത്തിനും കർക്കിടകത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും ശുദ്ധമാകുന്നു. രോഗങ്ങളെല്ലാം മനസ്സിൻ്റെ തീവ്രത കൊണ്ടുണ്ടാകുന്ന അശുദ്ധിയാണ്. മനസ്സ് ശുദ്ധമായിരുന്നാൽ എല്ലാ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു.